UDF സർക്കാർ അധികാരമേറ്റെടുക്കുന്നതോടെ പോലീസിലും വലിയ മാറ്റങ്ങൾക്കാണ് വഴിയൊരുങ്ങുന്നത്. പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് അപ്രധാന തസ്തികകളിലേക്ക് മാറ്റപ്പെട്ട യോഗേഷ് ഗുപ്ത പ്രധാനപ്പെട്ട ചുമതലയിലേക്ക് എത്തുമെന്ന് ഉറപ്പായിട്ടുണ്ട്. വിജിലൻസ് ഡയറക്ടർ ഉൾപ്പെടെയുള്ള പദവികളിലും മാറ്റമുണ്ടാകും. LDF സർക്കാരിന്റെ കാലത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനുമായും CPM നേതൃത്വവുമായും ഏറ്റുമുട്ടലിനെ തുടർന്ന് പ്രധാന പദവികളിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട IPS ഉദ്യോഗസ്ഥർ ഏറെയാണ്. അതിൽ പ്രധാനപ്പെട്ട ഓഫീസറാണ് യോഗേഷ് ഗുപ്ത. വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് മാറ്റിയ യോഗേഷ് ഗുപ്തയെ പിന്നീട് സുപ്രധാന ചുമതലകളിലേക്ക് കൊണ്ടുവരികയും ചെയ്തില്ല. കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ പോകാനുള്ള യോഗേഷ് ഗുപ്തയുടെ നീക്കത്തിന് പരമാവധി തടയിടാനും സർക്കാർ ശ്രമിച്ചു. നിലവിൽ കേന്ദ്ര നിയമനം ലഭിക്കാത്ത സാഹചര്യത്തിൽ UDF സർക്കാർ അധികാരത്തിലെത്തുന്നതോടെ പ്രധാനപ്പെട്ട ചുമതലയിലേക്ക് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്തേക്ക് യോഗേഷ് ഗുപ്തയെ നിയമിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ മനോജ് എബ്രഹാമിന് മറ്റൊരു പ്രധാനപ്പെട്ട ചുമതല നൽകും. നിലവിൽ ഇന്റലിജൻസ് മേധാവിയായ P. വിജയനെ ക്രമസമാധാന ചുമതലയിലേക്ക് കൊണ്ടുവരാനുള്ള ആലോചനയുമുണ്ട്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഏറെ ആരോപണം നേരിട്ട ഉദ്യോഗസ്ഥനാണ് ADGP MR അജിത് കുമാർ. പരമാവധി സംരക്ഷിച്ചെങ്കിലും പിന്നീട് അജിത് കുമാറിനെ പിണറായി വിജയന് കൈവിടേണ്ടി വന്നു. പുതിയ സർക്കാരിന്റെ നീക്കം അജിത് കുമാറിനും നിർണായകമാണ്. ജില്ലാ പോലീസ് മേധാവിമാരെ ഉൾപ്പെടെ വൈകാതെ തന്നെ മാറ്റുന്ന നടപടികളിലേക്കും കടക്കും. കോൺഗ്രസിനോട് ആഭിമുഖ്യം പുലർത്തുന്ന പോലീസുകാരെ പലരെയും തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് സ്ഥലം മാറ്റിയിരുന്നു. ഇവരിൽ ചിലർ ഇപ്പോൾ തിരിച്ചെത്തിയിട്ടുണ്ട്. CPM അനുകൂലികളായ പോലീസുകാർക്കും വൈകാതെ കൂട്ടത്തോടെയുള്ള സ്ഥലം മാറ്റം പ്രതീക്ഷിക്കുന്നുണ്ട്. മീഡിയ 1 തിരുവനന്തപുരം.